السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, റഹമുറഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച, പവിത്രമായ അറഫാ ദിനം, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം, എന്തുകൊണ്ടും അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഈ സുദിനത്തിൽ സന്തോഷത്തോടുകൂടെ ജുമുഅക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗീയ സുവനത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്ന് മൺമറഞ്ഞവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പകലിലാണ് നാം ഉള്ളത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ മാമിൻ അയ്യാമിൻ അഫ്ളല ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ദിവസവും ഇല്ല മിൻ യൗമി അറഫ, അറഫാ ദിനത്തേക്കാൾ മറ്റൊരു ശ്രേഷ്ഠകരമായ ഒരു സുദിനവും ഇല്ല എന്ന് നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പകലിലാണ് നാം ഉള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷത്തെ നമ്മുടെ ഈ അറഫാ ദിനം എന്നത് വെള്ളിയാഴ്ചയിലായിട്ട് അല്ലാഹു തആല നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. വലിയ ഒരു സൗഭാഗ്യം തന്നെയാണ് ഇത്. ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ പകല് അറഫാ ദിനത്തിൻ്റെ പകലാണ് എന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ രണ്ടും കൂടി സമഞ്ജസമായി സമ്മേളിച്ച ഒരു ദിനം നമ്മുടെ ജീവിതത്തിൽ സമാഗതമായിട്ടുണ്ട് എങ്കിൽ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യത. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
ബഹുമാനികളെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു വെള്ളിയാഴ്ച അറഫാ ദിനത്തിൻ്റെ അന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 10,000 വരുന്ന സഹാബത്തും അറഫാ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയത്. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇന്ന്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറഫാ മൈതാനിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഒത്തുകൂടുന്ന ദിവസം അത് വെള്ളിയാഴ്ചയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വെള്ളിയാഴ്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ആ അറഫാ മൈതാനിയിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ അഭിസംബോധന ചെയ്തത് വളരെയധികം ഗൗരവമുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതാണ് ഇന്നും നമ്മൾ ഓർക്കേണ്ടത്. ഇന്നത്തെ ദിവസം നാം വില കൽപ്പിക്കേണ്ടതും വളരെയധികം പ്രാധാന്യത്തോടുകൂടെ ഓർക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അന്നത്തെ ആ വെള്ളിയാഴ്ച അറഫാ ദിനത്തിൽ നമ്മുടെ നേതാവ് സഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിസംബോധന ചെയ്ത വിഷയം എന്തായിരുന്നു? അത് നമുക്കറിയാം. 14 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നും അത് ചർച്ചയാക്കുകയും ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ എത്രമാത്രം പ്രാധാന്യമുണ്ടായിരിക്കും ആ വിഷയത്തിന് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളുമെല്ലാം നമ്മുടെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഓരോ സമയത്തിനും ഓരോ കാലഘട്ടത്തിനും മാത്രം ഒതുങ്ങി നിന്ന് അതെല്ലാം അസ്തമിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 14 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും അന്ന് അറഫാ മൈതാനിയിൽ മുഴുങ്ങിക്കേട്ട ഓരോ വാക്കുകൾക്കും ഇന്നും പ്രാധാന്യമുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ അനുഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്ന കാര്യമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് സ്വഹാബത്തിനെ മുന്നിട്ടുകൊണ്ട് പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന് സങ്കടപ്പെടുത്തുന്നതും ഒന്ന് സന്തോഷിപ്പിക്കുന്നതുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫ പ്രഭാഷണത്തിന്റെ 2 ഘട്ടങ്ങൾ ആദ്യം ഒന്ന് സന്തോഷിപ്പിക്കുന്നതായിരുന്നു, മറ്റൊന്ന് സഹാബത്തിന് പ്രയാസമുണ്ടാക്കുന്നതായിരുന്നു. എന്തായിരുന്നു സന്തോഷിപ്പിക്കുന്നത്? ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് ഓതി കേൾപ്പിക്കുകയാണ്, اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. സഹാബത്തെ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇപ്പോൾ എന്നെ അറിയിച്ച ഒരു കാര്യമാണ്, ഒരു ആയത്താണ് ഇത്. എന്താണ് ആയത്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ ഞാൻ ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹത്തെ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ ദീനായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതാ സമ്മാനിച്ചു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഓതി കേൾപ്പിച്ചതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ അറിയിച്ചു കൊടുത്തു. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അറിയിപ്പ് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. എന്തുകൊണ്ട്? നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. 23 വർഷക്കാലം അവർ അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും എന്തിനു വേണ്ടിയായിരുന്നു? ഇത് കേൾക്കാൻ വേണ്ടിയായിരുന്നു. ഈ ദീനിന്റെ പൂർത്തീകരണത്തിന്റെ ആയത്ത് കേൾക്കാൻ വേണ്ടിയായിരുന്നു. ഇതാ ദീനിനെ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന ആ സന്തോഷ വാർത്ത കേൾക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഒരുപാട് ത്യാഗങ്ങൾ ശുഐബ് അബീ താലിബിൽ അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് മറക്കാൻ കഴിയില്ല. അതെല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് നേരിടേണ്ടി വന്ന പ്രയാസങ്ങളാണ്. അതെല്ലാം അസ്തമിക്കുകയാണ്. ആ വിഷമങ്ങളും ആ പ്രയാസങ്ങളും എല്ലാം അസ്തമിച്ചു പോവുകയാണ് ഈ ആയത്ത് ഇറങ്ങുന്നതിനോടുകൂടെ തന്നെ. എല്ലാവരും സന്തോഷത്തോടുകൂടെയാണ് ഏറ്റത്. ഉമയ്യത്തിന്റെയും കിങ്കരന്മാരുടെയും ഒരുപാട് ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളവർ ആ സദസ്സിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷത്തിന്റെ ഒരു വാക്ക് തന്നെയായിരുന്നു. ഇതാ നിങ്ങളുടെ ദീൻ ഇതാ ഇന്നത്തെ ദിവസം പൂർത്തീകരിച്ചിരിക്കുകയാണ്. സന്തോഷത്തിന്റെ ഒരു വാക്കായിരുന്നു അത്. മാത്രമല്ല സന്തോഷത്തിന്റെ സുദിനമായിരുന്നു. എന്നാൽ ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു യഹൂദിയായ മനുഷ്യൻ പറയുന്നുണ്ട്, എന്താണെന്നറിയോ? നിങ്ങളുടെ ഖുർആൻ ഷരീഫിലുള്ള ഒരു ആയത്ത്
ഞങ്ങൾക്കാണ് അത് അവതരിപ്പിച്ചത് എങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ പെരുന്നാളായി സന്തോഷത്തിന്റെ സുദിനമായി ആഘോഷിക്കുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു യഹൂദി വന്നുകൊണ്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഖുർആൻ ശരീഫിലെ ഏത് ആയത്തിനെ കുറിച്ചാണ് നീ പറയണത്? അപ്പോൾ യഹൂദി പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഖലീഫയായിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് യഹൂദിയായ ഈ മനുഷ്യൻ വന്നുകൊണ്ട് പറയുമ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അന്നത്തെ ദിവസം ഞങ്ങൾക്ക് 2 പെരുന്നാളായിരുന്നു. നീ എന്ത് മനസ്സിലാക്കുന്നു? ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് 1 പെരുന്നാളല്ല 2 പെരുന്നാളായിരുന്നു. അറഫ ദിനത്തിന്റെ അന്ന് വെള്ളിയാഴ്ചയിലാണ് ഞങ്ങൾക്ക് ഈ ആയത്ത് ഇറങ്ങുന്നത്. 2 പെരുന്നാളായിരുന്നു, 2 ആഘോഷമായിരുന്നു ഞങ്ങൾക്കന്നുണ്ടായിരുന്നത് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഈ ആയത്ത് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. ഈ ആയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇസ്മഉ മിന്നീ, നിങ്ങൾ എന്നിൽ നിന്നും ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവുകയാണ്. അറഫ പ്രഭാഷണം തുടങ്ങുകയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ പ്രഭാഷണം തുടങ്ങുന്നത് അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇസ്മഉ മിന്നീ, എന്നിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ലാ അദ്രി ലഅല്ലി അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം ഇനി ഇങ്ങനെ ഒരു അഭിമുഖം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ അറഫ സംഗമത്തിന് ശേഷം ഇനി ഒരു അറഫയിൽ നമുക്ക് ഇങ്ങനെ സംഗമിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തേ അതിൻ്റെ അർത്ഥം? ഇനി നിങ്ങളോട് ഞാൻ ഒരുപാട് കാലം ഉണ്ടാവുകയില്ല, അതാണല്ലോ പറയണത്. അടുത്ത അറഫയിൽ നമ്മൾ സംഗമിക്കാൻ സാധ്യതയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ അത്രയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം അവർക്ക് കേൾക്കാനില്ലായിരുന്നു. എന്തുകൊണ്ട്? ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ വിട്ടുപിരിയാൻ പോവുകയാണല്ലോ എന്നുള്ള വേദന. നിഴലില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴല് പോലെ നടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സൗർ എന്ന ഗുഹയിൽ വെച്ചുകൊണ്ട് സർപ്പത്തിന്റെ കൊത്തേറ്റ സമയത്തുണ്ടായ ആ വേദനയേക്കാൾ വേദനയായിരുന്നു ഹബീബായ തങ്ങളുടെ ഈ വാക്കിനാലുണ്ടായ വേദന. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്റെ മടിത്തട്ട് അഭയമായി നൽകുന്ന സമയത്ത് സർപ്പം കൊത്തിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാനവറുകൾക്ക് അന്നില്ലാത്ത വേദന, ഉമയ്യത്തിന്റെയും കിങ്കരന്മാരുടെയും ഉപദ്രവം ഏറ്റ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഇല്ലാതിരുന്ന വേദന, നാടും വീടും കുടുംബവും എല്ലാം വിട്ടുകൊണ്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് സഹാബത്തിനുണ്ടായ ആ വേദനയേക്കാൾ വലിയ വേദനയായിരുന്നു ഇന്നീ ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു അറഫ സംഗമം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്. സഹാബത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്താ? വജിലത് മിൻഹൽ ഖുലൂബ്, തങ്ങളുടെ ഓരോ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു. വമിൻഹാ ദറഫത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വന്നു. ഈ വാക്കുകൾ കേട്ടിട്ട് ഞങ്ങളുടെ അനുഭവം അങ്ങനെയായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ ആ തുടക്കത്തിൽ തന്നെ വലിയൊരു സന്ദേശമാണ് അവിടെ നൽകുന്നത്. തങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാലോ. യാ അയ്യുഹസ് സഹാബ, അല്ലയോ സഹാബത്തെ എന്ന് വിളിച്ചൂടെ? യാ അയ്യുഹൽ ഇഖ്വാൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് വിളിച്ചൂടെ? യാ അയ്യുഹൽ ഹുജ്ജാജ്, ഹജ്ജിന് വേണ്ടിയല്ലേ അവർ വന്നേക്കുന്നത്, അല്ലയോ ഹാജിമാരെ എന്ന് വിളിക്കാം, അഭിസംബോധന ചെയ്യാം. യാ അയ്യുഹൽ മുസ്ലിമൂൻ, അല്ലയോ മുസ്ലിമീങ്ങളെ എന്ന് വിളിക്കാം. യാ അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലയോ മുഅ്മിനീങ്ങളെ എന്ന് വിളിക്കാം.
ഇതൊന്നുമല്ല ഹബീബായ തങ്ങൾ പറഞ്ഞത്, വിളിച്ചത് അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ്. അറഫ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ നേതാവ് പ്രഭാഷണം തുടങ്ങുന്നത് തന്നെ. പ്രഭാഷണം തുടങ്ങുന്ന സമയത്തും ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്തിനെക്കുറിച്ചാ? ഓ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ നിസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം കേട്ടോ എന്നാണോ? നോമ്പിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, സക്കാത്തിനെ കുറിച്ച് ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ കൂടിയിട്ടുള്ളതായ ഹജ്ജിന്റെ അമാലുകളെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണോ പറഞ്ഞത്? ഹബീബായ തങ്ങൾ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുന്നത് ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും അലൈക്കും ഹറാം. ഇന്ന ദിമാഅക്കും, മനുഷ്യരെ നിങ്ങളുടെ രക്തം, വ അംവാലക്കും നിങ്ങളുടെ സമ്പത്ത്, വ അഅറാലക്കും നിങ്ങളുടെ അഭിമാനം, അലൈക്കും ഹറാമുൻ നിങ്ങൾ പവിത്രമായിട്ട് കാണണം കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാ ദിനത്തിന്റെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ ആരാധനാ കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ടല്ല, പിന്നെയോ മാനുഷിക മൂല്യങ്ങളെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ്. ഒരിക്കലും ഒരാളും പറഞ്ഞിട്ടില്ലാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് അന്ന് അറഫാത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. 1948 ഡിസംബർ 10 പാരീസിൽ നടന്നതായ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം ലോക പ്രശസ്തമാണ്. എല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കേട്ട ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു അന്ന് ഐക്യരാഷ്ട്രസഭ നടത്തിയത്. അവര് നടത്തിയത് എന്താ? മനുഷ്യരുടെ ജീവനും സ്വത്തിനും എല്ലാവിധ സംരക്ഷണവും ഉറപ്പാക്കണം എന്നതാണ് അവർ നടത്തിയതായ മനുഷ്യാവകാശ പ്രഖ്യാപനം. എന്നാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യന്റെ ജീവനും സ്വത്തിനും മാത്രമല്ല അഭിമാനത്തിനെയും കാത്തു സൂക്ഷിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അത്രയും വലിയ ഒരു മാനുഷികമായ പരിഗണന നൽകുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം അതിനു മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല എന്നതാണ് ചരിത്രം സാക്ഷിയായിട്ടുള്ളത്. ബഹുമാനികളെ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും അലൈക്കും ഹറാം. ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം നിങ്ങൾക്ക് പവിത്രമാണ്. ഏതുപോലെ പവിത്രമാണ്? കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. കഹുർമത്തി യൗമിക്കും ഹാദാ, ഈ അറഫാ ദിനത്തിന്റെ പവിത്രത പോലെ, അറഫാ ദിനം നിങ്ങൾക്ക് പവിത്രമായതുപോലെ, ദുൽഹിജ്ജ മാസം നിങ്ങൾക്ക് പവിത്രമായതുപോലെ, മക്കാ രാജ്യം നിങ്ങൾക്ക് പവിത്രമായതുപോലെ, മനുഷ്യരുടെ ജീവനും സമ്പത്തും അവരുടെ അഭിമാനവും പവിത്രമാണ്. അതിൽ ആരും എന്ത് ചെയ്യരുത്? കൈ കടത്തിക്കൊണ്ട് അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കരുത്, കൊലപാതകം ചെയ്യരുത്, സമ്പത്തിനെ അപഹരിക്കരുത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനികൾ, ഇവിടെ നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കയൗമിക്കും ഹാദാ, ഇന്നത്തെ ദിവസം പവിത്രമായതുപോലെ. അറഫാ ദിനത്തിന് നമ്മൾ ഓരോരുത്തരും പവിത്രതയോടുകൂടെയാണ് കാണുന്നത്. എന്തുകൊണ്ട്? ദീർഘമായ ഒരുപാട് ഹദീസുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഇന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തിൽ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പകലാണ് അറഫാ ദിനം. അതുകൊണ്ട് തന്നെ ആ അറഫയെ നമ്മൾ ആദരവോടുകൂടെ കാണണം, അല്ലേ? ഇന്നത്തെ ദിവസത്തെ നാം എങ്ങനെ ആദരവോടുകൂടെ കാണുന്നു? ആ ഒരു ആദരവ് നമ്മുടെ സഹോദരങ്ങളുടെ രക്തത്തിൽ നാം കാണുന്നുണ്ടോ? ആ ഒരു ആദരവ് നമ്മുടെ മറ്റ് സഹോദരന്മാരുടെ സമ്പത്തിൽ നമ്മൾ കാണുന്നുണ്ടോ? ആ ഒരു ആദരവ് നമ്മുടെ സഹോദരന്റെ അഭിമാനത്തിൽ നമ്മൾ കാണുന്നുണ്ടോ? എല്ലാം നമ്മൾ പറയും, ഉൾക്കൊള്ളുന്ന രീതിയിലാണോ നമ്മൾ ഉൾക്കൊള്ളുന്നത്? അവസരം കിട്ടുമ്പോൾ ചതിയും വഞ്ചനയും ചെയ്യാൻ മുസ്ലിമീങ്ങൾ തന്നെ തയ്യാറാകുന്നില്ലേ?
ഹബീബായ തങ്ങൾ എത്ര ഗൗരവത്തിലാണ് പറഞ്ഞത് ബഹുമാനികളെ. അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന 10,000 വരുന്ന സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സഹാബ അയ്യുഹന്നാസ്, മനുഷ്യരെ, നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ സൂക്ഷിക്കണം എന്നല്ല ഹബീബായ തങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത്. എന്തു പറഞ്ഞു? നിങ്ങളുടെ രക്തവും അതുപോലെ തന്നെ സമ്പത്തും അഭിമാനവും നിങ്ങൾ പവിത്രമായിട്ട് കാണണം. എങ്ങനെ കാണണം? കയൗമിക്കും ഹാദാ, അറഫാ ദിനത്തിന് നിങ്ങൾ പവിത്രമായി കാണുന്നത് പോലെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അവസരമായി കൊണ്ടല്ലേ അറഫാ ദിനത്തിന് നിങ്ങൾ കാണുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന പകല് എന്ന് മാത്രമല്ല, ദുആഇന് സ്വീകാര്യതയുള്ള പകല് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് ധാരാളമായി ഭൂമിയിലേക്ക് ഇറങ്ങുന്ന പകല് എന്നത് മാത്രമല്ല, നമ്മുടെ ശത്രുവാകുന്ന ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന പകല് അറഫാ ദിനത്തിന്റെ പകല്. ഇങ്ങനെയെല്ലാം ശ്രേഷ്ഠതയോടുകൂടി നമ്മൾ കാണുന്ന ഈ ഒരു അറഫാ ദിനത്തിന്റെ പകല് പോലെയാണോ നമ്മുടെ സഹോദരന്മാരുടെ അഭിമാനത്തെ നമ്മൾ കാണുന്നത്? നമ്മുടെ സംസാരത്തിലൂടെയും സമീപനത്തിലൂടെയും മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ഒരു പ്രയാസവും ഉണ്ടാകരുത് എന്നത് ഈ മതം എത്രമാത്രം പ്രാധാന്യത്തോടുകൂടെയാണ് കാണുന്നത് ബഹുമാനികളെ. ഈ ഒരു പ്രാധാന്യം നമ്മൾ കാണുന്നുണ്ടോ? മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഗൗരവം അറഫാ ദിനത്തിന്റെ പവിത്ര പോലെ എന്ന് മാത്രമല്ല, ഈ മാസത്തിന്റെ പവിത്ര പോലെയും, ഈ മാസത്തിന്റെ പവിത്രത പോലെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നാണ്. ഈ മാസം ഏതാണ്? ദുൽഹിജ്ജ മാസമാണ്. ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത എന്താണ്? യുദ്ധം ഹറാമാക്കപ്പെട്ടിട്ടുള്ളതായ മാസമാണ് ദുൽഹിജ്ജ മാസം. ദുൽഹിജ്ജ മാസം യുദ്ധം ഹറാമാക്കപ്പെട്ടതായ മാസമാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ പല ഭാഗങ്ങളിലും ദുൽഹിജ്ജ മാസത്തിന്റെ പല ദിവസങ്ങളെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. അത്രയും പവിത്രമായ ഒരു മാസത്തെയാണ്. മാത്രമല്ല, ദുൽഹിജ്ജ മാസത്തിന്റെ ശ്രേഷ്ഠത നമുക്കറിയാവുന്നതാണ്. എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുന്ന മാസമാണ്. മറ്റൊരു മാസത്തിനും ഇല്ലാത്തൊരു പവിത്രതയാണ് ദുൽഹിജ്ജ മാസത്തിന്. റമദാൻ മാസത്തിൽ പ്രത്യേകതയുണ്ട്, നോമ്പുണ്ട്, അന്ന് നമുക്ക് നിസ്കരിക്കാം, ഖുർആൻ ശരീഫ് ഓതാം. പക്ഷേ ഹജ്ജ് പറ്റൂല. ദുൽഹിജ്ജ മാസത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളും ഒരുമിച്ച് കൂടുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലാണ്. ഈ മാസത്തിന്റെ പവിത്രത പോലെ നിങ്ങൾ കാണണമെന്നാണ്. എന്ത് കാണണം? സഹോദരന്റെ രക്തം, അവരുടെ അഭിമാനം, അവരുടെ സമ്പത്ത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫീ ബലദികും ഹാദാ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ രാജ്യത്തിന്റെ പവിത്രത പോലെയെന്നും, ഈ രാജ്യത്തിന്റെ പവിത്രത പോലെയെന്നും. ഏതാ രാജ്യം? മക്ക രാജ്യത്തിന്റെ പവിത്രത. ആ രാജ്യത്തേക്കൊന്ന് പോകാൻ ആഗ്രഹിക്കാത്തവർ എത്രയാണ് ബഹുമാനികൾ? ആരാണ് ഉള്ളത്? ആ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്തവർ നമ്മളിൽ ആരാണുള്ളത്? അല്ലാഹു തആല അവിടെ ആ മണ്ണിൽ എത്തിപ്പെടാൻ നമുക്കെല്ലാം പല ആവർത്തി തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫീ ശഹരിക്കും ഹാദാ, ഈ മണ്ണിന്റെ പവിത്രത പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നാണ്. എന്താണ് ആ മണ്ണ്? ബലദുല്ലാഹി, അല്ലാഹുവിന്റെ നാട് എന്നറിയപ്പെടുന്ന നാടാണ്. മാത്രമല്ല, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാടാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകേണ്ട അവസരത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുഹ്ഫ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുകൊണ്ട് മക്കയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ജുഹ്ഫ എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ബോർഡറാണ്. ആ ബോർഡറിൽ നിന്നുകൊണ്ട് മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് സങ്കടപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക നാടിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും നമുക്കതിൽ നിന്നും വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. മക്ക രാജ്യത്തിനോട് പറയുന്നുണ്ട്, അല്ലയോ മക്ക രാജ്യമേ, നിന്നെ വിടേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോവുകയില്ലായിരുന്നു. എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഒരു നാടാണ് നീ, അതുകൊണ്ട് നിന്നെ ഞാനും ഇഷ്ടപ്പെടുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ മക്ക രാജ്യത്തെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ രാജ്യത്തെ നിങ്ങൾ എത്രമാത്രം പവിത്രതയോടുകൂടെയാണോ കാണുന്നത്,
അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സഹോദരങ്ങളുടെ രക്തത്തിനും സ്വത്തിനും അഭിമാനത്തിനും പ്രാധാന്യം കാണണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനികളെ, എത്രമാത്രം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണിത്. നിങ്ങൾ മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലരുത്. അവരുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടരുത് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ എത്രമാത്രം പ്രാധാന്യത്തോടുകൂടെയാണ് നമ്മളോട് പറയുന്നത്. എന്തിന്റെ പേരിലാണത്? എന്തിന്റെ പേരിലാണ്? അറഫ മൈതാനിയിൽ അന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയതായ പ്രഭാഷണം ഈ സമുദായത്തിന് നൽകിയ, ഈ ഖൗമിന് നൽകിയിട്ടുള്ളതായ വലിയൊരു മുന്നറിയിപ്പാണത്. നിങ്ങൾ മറ്റുള്ളവർക്ക് അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലരുത് എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും അലൈക്കും ഹറാം. ഇന്ന് എവിടെയാ ബഹുമാനികളെ പവിത്രത കാണുന്നത്? മാതാപിതാക്കളുടെ രക്തത്തിന് പോലും പവിത്രതയില്ലാത്ത സാഹചര്യത്തിലല്ലേ നാം നിലകൊള്ളുന്നത്? സഹോദരങ്ങളുടെ രക്തത്തിന്, സഹപ്രവർത്തകരുടെ രക്തത്തിന് കൊലപാതകങ്ങൾ ഇന്ന് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ സാഹചര്യങ്ങൾ. കൊലപാതകി ആരാണ് എന്ന് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഈ സമുദായത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് വേദനാജനകമായ അവസ്ഥ. എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ പവിത്രത നമ്മൾ കാണുന്നില്ല എന്നതാണ്. ആ ഒരു പവിത്രതയും ആ മഹത്വവും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ, മനുഷ്യരുടെ ജീവന് എത്രമാത്രം വിലയുണ്ട് എന്നത് നാം പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സമ്പത്ത് അപഹരിച്ചെടുക്കുന്നതിന് വേണ്ടി എന്ത് വേണ്ടാത്തരങ്ങളും കാണിക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്നതിൽ ഈ സമുദായത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നറിയുമ്പോൾ ബഹുമാനികളെ, ഹജ്ജത്തുൽ വദാഇൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയതായ അധ്യാപനത്തിന് എന്ത് പ്രാധാന്യമാണ് നാം കൊടുക്കുന്നത്? കച്ചവടത്തിന്റെ വിഷയത്തിൽ എന്ന് മാത്രമല്ല, പല മേഖലകളിലും തനിക്ക് എന്ത് ലാഭം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് മാത്രം ചിന്തിക്കുകയും സമ്പത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ബഹുമാനികളെ, അറഫാ ദിനത്തിനെ നാം ആദരിക്കുന്നുണ്ട്, മക്ക രാജ്യത്തെ നാം ആദരിക്കുന്നുണ്ട്, ദുൽഹിജ്ജ മാസത്തെ നാം ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, അതിനെല്ലാം നമ്മൾ മഹത്വം കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യത്തിനും നാം പ്രാധാന്യം കൊടുക്കണം, ആദരവ് കൊടുക്കണം. ഇതിനെ നാം പ്രാധാന്യത്തോടുകൂടെ തന്നെ കാണണം. ഒരാളുടെയും സമ്പത്തിനോ അവരുടെ ജീവനോ അവരുടെ അഭിമാനത്തിനോ നമ്മളുടെ ഒരു സംസാരമോ സമീപനമോ ഭീഷണിയാകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അറഫാ ദിനത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടവരായിട്ട് നമുക്ക് മാറാൻ കഴിയില്ല. അല്ലാഹു തആല യഥാർത്ഥ വിശ്വാസികൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഇതിന്റെയൊക്കെ ഗൗരവങ്ങൾ പരിശുദ്ധമായ ഹദീസിലൂടെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ അഭിമാനത്തിന് ക്ഷതം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങുന്നത് അല്ലാഹുവായിരിക്കും. നിങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് നിങ്ങളിലുള്ളതായ ന്യൂനതകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് അല്ലാഹുവായിരിക്കും. അത്ര ഗൗരവത്തോടുകൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കരുത്. എല്ലാ മേഖലയിലും ജീവനും സമ്പത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ടതാണ് മറ്റൊരാളുടെ അഭിമാനം എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോടുകൂടെ ഇസ്രാ മിഅ്റാജ് പോയ സമയത്ത്, മിഅ്റാജിന്റെ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു കാഴ്ച കാണാൻ സാധിക്കുകയുണ്ടായി. എന്തായിരുന്നു ആ കാഴ്ച? കുറെ ആളുകള് നഖം കൊണ്ട്, ചെമ്പിൻ്റെതായ നഖങ്ങൾ കൊണ്ട് മുഖവും നെഞ്ചും വലിച്ചു കീറുന്നതായ ഭീമാകാരമായ കാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണേണ്ടി വന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ അലൈഹിസ്സലാം, ആരാണ് ജിബ്രീലെ ഇവർ? ഇത്രയധികം ഭീമാകാരമായിട്ടുള്ളതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇവർ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത മറുപടി, അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, ഇവർ ഭൂമിയിൽ ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നതിൽ ഒരു വെറുപ്പും കാണിക്കാത്തവരായിരുന്നു എന്ന് പറഞ്ഞാൽ
മറ്റുള്ളവരുടെ ഗീബത്ത് നമീമത്തുമായിട്ട് നടന്നവരാണ്. വയഖഊന ഫീ അഅറാദിഹിം, മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംസാരങ്ങളും സമീപനങ്ങളും നടത്തിയവരാണിവർ. അവർക്കുള്ള ശിക്ഷയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന കാര്യങ്ങൾ എത്രയധികം ഗൗരവത്തോടുകൂടെയാണ് സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞത്. എന്തേ കാരണം? അറഫ മൈതാനിയിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തതാണ്, മനുഷ്യത്വത്തിന് കൊടുത്തതായ പരിഗണനയാണ്, മാനുഷികമായ മൂല്യങ്ങൾക്ക് കൊടുത്തതായ പരിഗണനയാണ്. മഹത്തുക്കളായ സഹാബികൾ, ഒന്ന് സഹല്, മറ്റൊന്ന് ഖൈസ്, അവർ ഖാദിസിയയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു യഹൂദിയായ മനുഷ്യന്റെ ശവമഞ്ചമേറ്റിക്കൊണ്ട് കുറെ ആളുകൾ അങ്ങനെ പോവുകയാണ്. സഹല് റളിയല്ലാഹു തആല അൻഹുവും ഖൈസ് റളിയല്ലാഹു തആല അൻഹുവും ഖാദിസിയയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് യഹൂദിയായ ഒരു മനുഷ്യന്റെ ശവമഞ്ചവും ഏറ്റിക്കൊണ്ടു പോകുന്നത് കുറെ ആളുകള്. അവർ രണ്ടുപേരും എഴുന്നേറ്റ് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠരായ രണ്ട് സ്വഹാബത്താണ്. അവർ രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് ആദരിച്ചു. ആ സമയത്ത് അവിടെ കൂടിയിരുന്ന ആൾ ചോദിച്ചു, അതൊരു യഹൂദിയായ മനുഷ്യന്റെ ശവമഞ്ചമല്ലേ, എന്തിനാ ആദരിക്കുന്നത്? ആ സമയത്ത് മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലിരിക്കുമ്പോഴാണ് യഹൂദിയായ ഒരു മനുഷ്യന്റെ ശവമഞ്ചവുമായിട്ട് പോകുന്നത്. സുഹൈഹുൽ ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് ഈ ഹദീസ് വായിച്ചെടുക്കാൻ കഴിയും. ശവമഞ്ചമേറ്റി കൊണ്ടുപോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഈ ചോദിച്ച അതേ ചോദ്യം തന്നെ ഞങ്ങൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്. നബിയെ, യഹൂദികൾ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിനെതിരെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയവരാണല്ലോ, നമുക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ തന്നവരാണല്ലോ, അവരിൽ നിന്ന് ഒരുപാട് വിഷമങ്ങൾ നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു യഹൂദിയായ മനുഷ്യന്റെ ശവമഞ്ചമല്ലേ ഏറ്റിക്കൊണ്ടുപോകുന്നത്, എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അലൈസത്ത് നഫ്സാ, യഹൂദിയാണെങ്കിലും അതൊരു മനുഷ്യന്റെ ശരീരമാണല്ലോ, മനുഷ്യന്റെ ശരീരമാണല്ലോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്തേ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കണം. മറ്റൊരാൾക്ക് നമ്മുടെ കൈകൾ കൊണ്ടോ നമ്മുടെ സമീപനങ്ങൾ കൊണ്ടോ നമ്മുടെ നാവുകൾ കൊണ്ടോ ഒരു ഉപദ്രവമോ ഒരു വിഷമമോ പ്രയാസമോ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് മുസ്ലിം എന്ന ലേബലിൽ നമ്മൾ നിൽക്കുമ്പോൾ ബഹുമാനികളെ, എല്ലാ മേഖലയിലും നാം വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് അറഫ മൈതാനിയിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഴങ്ങിക്കേട്ടതും. രാഷ്ട്രീയത്തിന്റെ പേരിൽ, സംഘടനയുടെ പേരിൽ എന്തെല്ലാം വേണ്ടാത്തരങ്ങളാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത്. വൈരാഗ്യ ബുദ്ധി വെച്ചാണ് നമ്മൾ മുന്നേറുന്നത്. അടുത്തടുത്ത് നിന്ന് നിസ്കരിക്കുന്നവർ പോലും രഞ്ജിപ്പിലും യോജിപ്പിലും സന്തോഷത്തിലും അല്ല എന്നുള്ളതായ ഗൗരവമായ കാര്യമാണ് നമ്മളിവിടെ കാണേണ്ടത്. എന്തേ? മാനുഷികമായ മൂല്യങ്ങൾക്ക് പോലും പരിഗണന നമ്മൾ കൊടുക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫാ ദിനത്തിന്റെ മഹത്വം ഉൾക്കൊള്ളുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് വീഴ്ചകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, അതെല്ലാം നീ പരിഹരിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കണം റഹ്മാനെ. പരിശുദ്ധമാക്കപ്പെട്ട അറഫാ ദിനത്തിൽ ഒരുപാട് ആളുകൾക്ക് നീ പൊതുമാപ്പ് നൽകുമ്പോൾ സാധുക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അതിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നരകമോചനം നൽകി നീ അനുഗ്രഹിക്കുമ്പോൾ സാധുക്കളായ ഞങ്ങളെയും നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ചവനെ, നാളെ നിന്റെ സവിധത്തിലേക്ക് വരുമ്പോൾ പവിത്രമായ ദിനങ്ങളെ പരിഗണിക്കാത്തതിൻ്റെ പേരിൽ കൈകടിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഞങ്ങളുടെ വീടുകളിൽ നിന്നും ഞങ്ങളുടെ നാടുകളിൽ നിന്നും പലരും ഹജ്ജിനും ഉംറക്കുമായിട്ട് എത്തിയിട്ടുണ്ട്. അവരെ നീ സ്വീകരിക്കണം റഹ്മാനെ. സന്തോഷകരമായ നിലയിൽ റാഹത്തോടുകൂടെ എല്ലാ അമലുകളും ചെയ്തുകൊണ്ട് നവജാത ശിശുവിൻ്റെ ഹൃദയവിശുദ്ധിയോടുകൂടെ
ഈമാനോടുകൂടെ സ്വഭവനങ്ങളിലേക്ക് തിരിച്ചെത്താൻ അവർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഹജ്ജും ഉംറയും ചെയ്തവർ ഞങ്ങളിലുണ്ട്, അതെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളിലുണ്ട്, അതിനുള്ള മാർഗങ്ങൾ നീ എളുപ്പമുള്ളതാക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബന ർഹംഹും കമാ റബ്ബൗനാ സിഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. وآخر دعوتي أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.